വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നല്ല പീരീഡ് ആണെന്ന് ഒരു ജ്യോത്സ്യം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, ഒരു വിശ്വാസമില്ല. ഇപ്പം നമുക്കിതൊന്നും വേണ്ട, നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പോംവഴിയുണ്ട്. അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ഒരു വഴിപാടും കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ്. സർ, ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥ ഗ്രഹങ്ങളാണോ? ഒരിക്കലുമല്ല. രാഹു കേതുക്കൾ എന്ന് പറയുന്നത് അത് നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ, ഇന്ത്യൻ അസ്ട്രോളജിയിൽ മാത്രമുള്ളതാണ്. ഇത് 2 നോഡൽ പോയിൻറ്റ്സാണ്, രാഹുവും കേതുവും. അതായത് ചന്ദ്രനും സൂര്യനും സഞ്ചരിക്കുന്ന കോയിൻസൈഡ് ചെയ്യുന്ന 2 നോഡൽ പോയിൻറ്റ്സാണ്, 2 എൻഡിലുള്ള നോഡൽ പോയിൻറ്റ്സ് ആയിട്ടാണ് ഈ രാഹു കേതുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അസ്ട്രോളജിയിൽ പലപ്പോഴും രാഹു കേതുക്കളുടെ ഫലം പറയുന്നത് രാഹുകേതുക്കൾ നിൽക്കുന്ന ആ രാശിയുടെ അധിപനായിട്ടുള്ളൊരു ഗ്രഹത്തിൻ്റെ ഫലമാണ് പറയുന്നത്. അല്ലാതെ അതിന് ഒറ്റയ്ക്ക് നിന്നിട്ടുള്ളൊരു ഫലമായിട്ട് പറയത്തില്ല. ബാക്കിയുള്ള അതിലെ രാഹുകേതുക്കൾക്ക് ഉച്ചനീച ക്ഷേത്രങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ ഒരു അസ്ട്രോളജർ പറയുമ്പോൾ അത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അധിപൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് ഫലം പറയുന്നത്. രാശിചക്രത്തെ 12ആയി ഭാഗിച്ച് 12 രാശികളല്ലേ പറയുന്നത്? അപ്പോൾ ഈ രാശി അധിപന്മാർ എന്ന് പറയുന്നത് എത്ര ഗ്രഹങ്ങൾക്ക് എത്ര വീതം അല്ലെങ്കിൽ എത്ര രാശികൾ വീതമാണെന്ന് പറയാൻ പറ്റുമോ? രാശി എന്ന് പറഞ്ഞാൽ ഈ 12 രാശിയാണുള്ളത്. ഈ 12 രാശിയും ഇടയും അധിപൻ ഒരു ഗ്രഹം വരും ഏതെങ്കിലും. അതായത് ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു 2 ഗ്രഹങ്ങൾ, ഒരു ഗ്രഹത്തിൻ്റെ 2 രാശിയുടെ ആധിപത്യമുണ്ട്. സൂര്യചന്ദ്രന്മാരൊഴികെ സൂര്യനും ചന്ദ്രനും മാത്രം ഓരോ രാശിയുടെ ആധിപത്യമുള്ളൂ. ബാക്കിയുള്ള ഗ്രഹങ്ങൾക്കെല്ലാം 2 രാശിയുടെ ആധിപത്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശനി എന്ന് പറയുന്നത് മകരവും കുംഭവും ത്തിൻ്റെ അധിപൻ ശനിയാണ്. അങ്ങനെ സർ, ഗ്രഹദൃഷ്ടിയെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഗ്രഹദൃഷ്ടി എന്ന് പറയുന്നത് ഓരോ ഗ്രഹവും ത്തിനും ഓരോ ദൃഷ്ടിയുണ്ട്. അതായത് ദൃഷ്ടി പറയുന്നത് അതായത് നേരെ ഓപ്പോസിറ്റ്, അതായത് 180 ഡിഗ്രിയിലേക്ക്. അതായത് 1-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് 7-ാം ഭാവത്തിലേക്ക് ആണ് അതിൻ്റെ ദൃഷ്ടി വരുന്നത്. എന്നിരുന്നാലും അസ്ട്രോളജിയിൽ വേറെ കുറേ ഗ്രഹം, അതായത് ഇപ്പോൾ ശനിക്ക് അഡീഷണൽ ദൃഷ്ടികളുണ്ട്. ഇത് കൂടാതെ ഈ 7ലേക്ക് അല്ലാതുള്ളൊരു ദൃഷ്ടിയുണ്ട്. അതായത് 3-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്, 10-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അതുപോലെ വ്യാഴത്തിന് 5-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കും 7-ാം ഭാവം കൂടാതെ ദൃഷ്ടിയുണ്ട്. അതുപോലെ ചൊവ്വ കുജന് 4-ാം ഭാവത്തിലേക്ക് 8-ാം ഭാവത്തിലേക്ക് 7-ാം ഭാവം അല്ലാതെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഈ ദൃഷ്ടികൾ അസ്ട്രോളജിയിൽ ഇപ്പം ഗ്രഹങ്ങളെ പാപഗ്രഹം, ശുഭഗ്രഹം അങ്ങനെ തരംതിരിച്ചിട്ട്, അപ്പം ഈ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടികളൊക്കെ മോശമായിട്ടാണ് പറയുന്നത്. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയെല്ലാം നല്ലതായിട്ട് പറയും. പ്രത്യേകിച്ച് നമുക്കൊരു നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു രാശിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രഹത്തിനോ വ്യാഴ ദൃഷ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിട്ട് പറയും ആ പീരീഡ്. ശരിക്കും പാപഗ്രഹവും നല്ല ഗ്രഹവും ഉണ്ട്. അതങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. അത് ഇപ്പം ശരിക്കും ഇപ്പം പാപഗ്രഹം എന്ന് പറയുന്നത്, അപ്പം അതുകൊണ്ടാണ് ഇപ്പം പലരും പറയില്ലേ ശുക്രദശയാണ്, ശുക്രദശ നല്ലതാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഗ്രഹം ഇപ്പോൾ ഉച്ചത്ത് നിൽക്കുന്ന ഒരു ശനിയും അതിൻ്റെ നല്ല പൊസിഷനിൽ നിൽക്കുന്നതും അതിൻ്റെ അത് ബലവാനായിട്ടുള്ളൊരു ശനിയാണ്. ശനി ദശയായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ രാഹുർ ദശ നല്ല ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആദിത്യദശ നല്ലതായിട്ടുണ്ട്, സൂര്യൻ്റെ ദശ. അല്ലാതെ ഈ ശുഭഗ്രഹം പാപഗ്രഹം എന്ന് അത് വെറുതെ ഒരു ഇത് തിരിച്ചിട്ടേ ഉള്ളൂ. ആക്ച്വലി അത് ശുഭഗ്രഹമെല്ലാം നല്ലത് നമുക്ക് നല്ലത് വരുത്തും, പാപഗ്രഹം മോശം വരുത്തും എന്നുള്ളതൊന്നുമില്ല. അപ്പോൾ ഈ ശനിയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ കണ്ടകശനി എന്ന് പറയുന്നത് ശരിക്കും കണ്ടകശനി കൊണ്ടേ പോകും എന്നാണല്ലോ പറയുന്നത്. കണ്ടകശനി എന്ന് പറയുന്നത് അതായത് ഇപ്പം ശനി ഇപ്പം സൂര്യനെ ചുറ്റുന്ന ഒരു 30 വർഷം കൊണ്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 2.5 വർഷം ശനി ഒരു രാശിയിൽ നിൽക്കും. അപ്പം നമ്മുടെ അത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം നമ്മൾ പറയില്ല ഒരു കൂറ് പറയുമല്ലോ, കന്നിക്കൂറ്, തുലാക്കൂറ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്ന ഒരു പൊസിഷനാണ് ഈ കൂറ് പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കേന്ദ്രസ്ഥാനങ്ങൾ, അതായത് 1, 4, 7, 10 കേന്ദ്രസ്ഥാനങ്ങൾ. അതായത് അപ്പോൾ നമ്മൾ ചന്ദ്രൻ നിൽക്കുന്ന പൊസിഷൻ്റെ 4-ാം ഭാവത്തിൽ കൂടെ ശനി സഞ്ചരിക്കുന്ന ഒരു 2.5 വർഷമുണ്ട്, അത് കണ്ടക ശനിയാണ്. 7-ാം ഭാവത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു പീരീഡ് ഉണ്ട്, അത് കണ്ടക ശനിയാണ്.
അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ കൂടെ 2.5 വർഷം സഞ്ചരിക്കുമ്പോഴത്തേക്കാണ് 10ാം ഭാവത്തിൽ വരുന്ന കണ്ടകശനി. ഇതേപോലെ തന്നെ 7.5 ശനി എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ 12 നമ്മൾ ചന്ദ്രൻ നിൽക്കുന്ന രാശി, 2ാം രാശി, ഈ 3 രാശി, അതായത് 7.5 വർഷം, അത് 2.5 വർഷം വെച്ച് 3 രാശിയിൽ കൂടെ കടന്നു പോകുന്നതാണ് 7.5 ശനി എന്ന് പറയുന്നത്. അല്ല, അപ്പോൾ ഈ 7.5 ശനി നല്ലതായിരിക്കും? അത് ശരിക്കും നമ്മൾ ഈ ഇത് രണ്ട് രീതിയിലാണ് കണക്കൂട്ടുന്നത്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു പൊസിഷൻ വെച്ചിട്ട് പറയുന്നതും, പിന്നെ ചാരവശാൽ എന്ന് പറയും. ഈ ചാരവശാൽ എന്ന് പറയുന്നത് ചന്ദ്രകേന്ദ്രങ്ങളിൽ കൂടെ ശനി പോകുന്നത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കണ്ടകശനി, 7.5 ശനിയൊക്കെ ഇതുപോലെ വരും, വ്യാഴം ഇതുപോലെ പോകുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡും കൂടെ കൺസിഡർ ചെയ്യും. ഇപ്പം നമ്മുടെ ജനിച്ച സമയം ഒക്കെ ബാക്കിയുള്ള എല്ലാം നല്ലതാണെങ്കിൽ ഈ കണ്ടകശനി ഉള്ള പീരീഡ് എങ്ങനെയാണെന്ന് നോക്കും, അല്ലെ 7.5 ശനി നോക്കും. അപ്പോൾ ഈ കണ്ടകശനി 7.5 ശനി എനിക്ക് നോക്കിയിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ള ഈ ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ശനി ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടകശനി 7.5 ശനി ഒന്നും ബാധിക്കുന്ന ഒരു കാലഘട്ടമല്ല. അത് പിന്നെ ബാധിക്കുന്ന പലർക്കും എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു നല്ല ജാതകത്തിൽ നിൽക്കുന്ന ഒരാൾ, ഇപ്പോൾ ഒരു നമ്മുടെ കണങ്കാലി വരെ വെള്ളം നിന്നു, അപ്പോൾ വെള്ളപ്പൊക്കമാണ്, അപ്പോൾ അവർക്ക് മുട്ട് വരെ പൊങ്ങുന്നുള്ളൂ. പക്ഷെ വേറൊരാൾ നിൽക്കുന്നത് കഴുത്തോളം വെള്ളത്തിലാണ്, അപ്പോൾ അവർക്ക് വളരെ കുറച്ച് ഇത് മതി അവരെ മുങ്ങിപ്പോകാനായി. അപ്പം ഇത് അഗ്രവേറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ മോശം പീരീഡിൽ കൂടെ കടന്നു പോകുമ്പോൾ കണ്ടകശനി, ശനി അവർക്ക് മോശം സ്ഥാനത്താണ്, ആ കണ്ടകശനി അഗ്രവേറ്റ് ചെയ്യും. മറ്റവർക്ക് അതൊന്നും നെഗ്ലിജിബിളാണ് അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ്. ഈ ദശാസന്ധിയെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? അതായത് നമ്മൾ ജനിക്കുമ്പോൾ ഓരോ ഇതിലാണ് കൂടെയാണ് നമ്മൾ ജനിക്കുന്നതെന്ന് പറഞ്ഞു. അതിപ്പം ഇത് അശ്വതി മുതലുള്ള നക്ഷത്രങ്ങൾ ഇത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കേതു ദശ വെച്ചാണ് കൂടുന്നത്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദശാ പീരീഡ്. ഇപ്പോൾ കേതുവിന് 7 വർഷം, അത് കഴിഞ്ഞിട്ട് ശുക്രന് 20 വർഷമുണ്ട്. അങ്ങനെയാണ് ഓരോ ഇത് പോകുന്നത്. ശുക്രൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദിത്യന് 6 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചന്ദ്രന് 10 വർഷമുണ്ട്. അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പീരീഡുണ്ട്. ഇത് എൻഡ് ചെയ്യുന്നതാണ് ദശാസന്ധി എന്ന് പറയുന്നത്. അതായത് ദശാസന്ധി എന്ന് പറഞ്ഞാൽ ഒരു മോശം പീരീഡായിട്ടാണ്. അതായത് നമുക്ക് ഈ ഗ്രഹങ്ങളുടെ ഗുണങ്ങളെല്ലാം തീർന്ന് മറ്റേ ഗ്രഹത്തിൻ്റെ ഗുണം ദോഷമാണെങ്കിലും അനുഭവിക്കാനായിട്ട് ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ തൃശങ്കു സ്വർഗം എന്നൊക്കെ പറയുന്നതല്ലേ, അപ്പോൾ ആ സന്ധി ദോഷത്തിലാണ്. അപ്പോൾ ആ സന്ധി ദോഷം എന്ന് പറയുന്നത് പലർക്കും അത് മോശമായിട്ട് വരും. ഒരു ഗ്രഹങ്ങളുടെ ഗുണമില്ല, പക്ഷേ അത് തുടങ്ങാൻ പോകുന്നത് നമുക്ക് നല്ല ഗ്രഹങ്ങളുടെ നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ പീരീഡിലേക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ പോകും. അപ്പോൾ പലപ്പോഴും ഞാൻ നോക്കിയിട്ട് ഈ ദശാസന്ധി പീരീഡിലാണ് പലർക്കും മാരകമായിട്ടുള്ളൊരു അസുഖത്തിൻ്റെ പീരീഡ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്നത്, പിന്നെ ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കേസിലും ഇതൊക്കെ ചെന്ന് പെട്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ചില ഇത് നോക്കുമ്പോഴത്തേക്ക് ഈ ദശാസന്ധി കോയിൻസൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ദശാസന്ധി സമയത്ത് പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ ശരിക്കും എന്താ ചെയ്യുക? അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ, അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിന് പരിഹാരങ്ങളൊന്നുമില്ല. ഇതൊരു പ്രോഗ്രാം പോലെയാണ്. ആ സമയം നമ്മൾ കടന്നു പോകണം. ആ കടന്നു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ പരിക്കുകൾ നമുക്ക് അതും ഞാൻ കുറേ കാര്യങ്ങൾ, അതായത് ഞാൻ നോക്കിയിട്ട് ഒരു 60% ഒരു ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. ഒരു 40% നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ നമുക്കത് മാറ്റാൻ പറ്റും. കാരണം ഈ മോശമായിട്ടുള്ളൊരു സമയത്ത് നമ്മൾ ഇപ്പം മദ്യപിച്ച് വണ്ടി ഓടിക്കുക, അങ്ങനെയൊക്കെ ഉള്ള പ്രവൃത്തികളിലേക്ക് കഴിയുന്നതും എത്താതിരിക്കുക. അങ്ങനെയുള്ള ഇപ്പോൾ ഒരു റിസ്ക് എടുക്കുക, ഇപ്പം കണ്ടവാനം ഇപ്പം പോയി കുറേ ഈ ഗാംബ്ലിങ്ങിൽ പോയി പെടുക. അപ്പോൾ അത് സാമ്പത്തികമായിട്ട് നമ്മൾ നശിച്ചു പോകും. ഒരു ബിസിനസ് തുടങ്ങിയാലും ബിസിനസ്സും തുടങ്ങുന്നതൊക്കെ നമ്മൾ അതേപോലെ സൂക്ഷിച്ച് റിസ്ക് ഉള്ള ബിസിനസ്സുകളിലേക്ക് അങ്ങനെയുള്ളതിലേക്കൊക്കെ ഒന്ന് പോകാതെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് വലിയ പരിക്കില്ലാതൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പലപ്പോഴും ഈ നമ്മൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ? അങ്ങനെ പറയാൻ പറ്റൂല. കാരണം അവർക്ക് അത് ഒരു വിശ്വാസം ഇല്ലായ്മയുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പം നമുക്കിപ്പം വിശ്വാസം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നല്ല പീരീഡ് ആണെന്ന് ഒരു ജ്യോതിഷം നോക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് ഭയങ്കരമായിട്ടും കൂടുകയാണ്. അപ്പം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, ഒരു വിശ്വാസമില്ല. ഇപ്പം നമുക്കിതൊന്നും വേണ്ട. നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പോംവഴിയുണ്ട്. അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ഒരു വഴിപാടും കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ്. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള
പ്രശ്നപരിഹാരങ്ങൾ, ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.